സംഭവിച്ചതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് അഭിപ്രായം വ്യക്തമാക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് വിശദീകരണം വരട്ടെ. ഞാൻ പറയാം, കേരളത്തിലെ ഗവൺമെൻറ് ദേശീയ ഗാനത്തിന് മാത്രമേ നിർബന്ധമുള്ളൂ. ദേശഭക്തി ഗാനങ്ങൾ ഏത് വേണമെങ്കിലും പാടാം. അത് വന്ദേ മാതരം മാത്രമല്ല, മറ്റു പല ദേശഭക്തി ഗാനങ്ങളുമുണ്ട്. ഇന്നലെ അവിടെയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആലപിച്ചല്ലോ, മറ്റ് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇതൊരു വിവാദമാക്കിയ സ്ഥിതിക്കാണ് അത് ഇന്നലെ പാടാഞ്ഞത്. അല്ലാതെ അതിനോട് ബഹുമാനക്കുറവുണ്ടായിട്ടില്ല. ഞങ്ങൾ 2 ഖണ്ഡികയാണ് ആദ്യം തൊട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഡൽഹിയിലുണ്ടായ കാര്യം ദേശീയ നേതൃത്വം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, പൊന്നാനി MLA പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ കേരളത്തിൽ ഭരണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കും കൂടെ അവകാശപ്പെട്ടാണ്, അത് പാർട്ടിക്കും അവകാശപ്പെട്ടാണ്. പിന്നെ ഇന്നലത്തെ ഒരു രസകരമായൊരു പ്രസ്താവന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ റഹീമിൻ്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് ഭരിച്ച 3 സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടി, ഇവിടെ പാടാതിരുന്നത് ഇടതുപക്ഷത്തിനെ പേടിച്ചിട്ടാണെന്നൊരു കമൻറ്റ് ഇന്നലെ പറഞ്ഞു. മലബാർ ഭാഷയിൽ പറഞ്ഞ ഇമ്മാരി തള്ളരുതെന്ന് മാത്രമേ എൻ്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളൂ. അതായത് VD സതീശൻ ഇന്നലെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലാൻ വന്നു, റഹീം ആ സീറ്റിലിരിക്കുന്നുണ്ടപ്പോൾ അത് മടക്കി പോക്കറ്റിൽ വെച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഞാൻ പറഞ്ഞു, ഇമ്മാരി മലബാർ ഭാഷയിൽ പറഞ്ഞ ഇമ്മാരി തള്ളരുത് എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. അത് 2 ആഴ്ച എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഉടൻ തന്നെ പുനഃസംഘടനാ കാര്യങ്ങളുണ്ടാവും. KPC പ്രസിഡന്റ് മാത്രമല്ല, MLA മാരായിട്ടുള്ള DCC പ്രസിഡന്റുമാരും തങ്ങളെ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഒരു പൊളിച്ചെഴുത്തുണ്ടാവും. അത് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റ പദവി ഉണ്ടാവുന്നതാണ് പാർട്ടി ഫങ്ഷനിങ്ങിന് കുറേ കൂടെ നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഇല്ലല്ലോ, കമ്മിറ്റീനെ നിയമിച്ചിട്ടുണ്ടല്ലോ. കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ നിയമിക്കും.